ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് കാണിക്കുന്നത്. നോക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരനാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നേക്കാണ്. ഇതേ സമയം തന്നെ പുള്ളിക്കാരൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ കൂടെ നടക്കുന്ന സമയത്ത് ഒരു മാഷ്മെല്ലോടെ കവർ ഇരുന്നിങ്ങനെ അനങ്ങുകയാണ്. അപ്പം അതെന്തോന്ന് ചെന്ന് നോക്കുന്ന സമയത്ത് ആ മാഷ്മെല്ലോടെ കവർ ചെയ്യുന്ന ഒരു ജീവനോടൊരു മാഷ്മെല്ലോ പുറത്തിറങ്ങി വരികയാണ്. അങ്ങനെ അതിനെ കാണാൻ നല്ല ക്യൂട്ടായോണ്ട് അതിനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ കളിപ്പിച്ച് ഈ മാഷ്മെല്ലോ ആണെങ്കിൽ പുള്ളിക്കാരൻ കയ്യിലിട്ട് വലിയൊരു കടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൂടുതൽ മാഷ്മെല്ലോയ്ക്ക് ജീവൻ വെച്ച് വരുന്നത്. അത് മാത്രമല്ല, കുറച്ചധികം മാഷ്മെല്ലോ ആണെങ്കിൽ ഈ ഓട്ടോമാറ്റിക് വാക്വം ക്ലീനറിന്റെ മണ്ടേ കയറി പുള്ളിക്കാരന്റെ കാലിൽ വന്ന് ഇടിക്കുകയാണ്. എന്തായാലും ഇവിടം വരെ എത്തി എന്തോ സംഭവം എന്നറിയാൻ സൂപ്പർ മാർക്കറ്റ് വരെ പോയി കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന സമയം നമ്മളെ കാണിക്കുന്നതാണെങ്കിൽ ഈ മാഷ്മെല്ലോ അവിടെ കിടന്ന് കുറെ പ്രശ്നങ്ങൾ കാണിക്കുകയാണ്. അതായത് ആ വാക്വം ക്ലീനറിൽ കയറി ഓടിക്കളിക്കുക, സ്റ്റൗ കത്തിക്കുക, ചോക്ലേറ്റ് ഉരുക്കി ദേഹത്തൊഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ നടന്ന് സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എത്തുകയാണ്. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്തോന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ഭീകരജീവി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ജീവി നമ്മുടെ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. ഇതേ സമയം തന്നെ മറ്റേ ആ ജീവനുള്ള മാഷ്മെല്ലോ ഓട്ടോമാറ്റിക് വാക്വം ക്ലീനറുമായിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പുള്ളിക്കാരന്റെ കാലിൽ കൊണ്ടുവച്ച് ഇടിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ജീവി നമ്മുടെ നായകനെ കാണുകയാണ്. പുള്ളിക്കാരന്റെ ജീവനും കൈ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടി സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരന്റെ കാറിൽ പോയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ജീവിയാണെങ്കിൽ ഈ കാറിന്റെ മണ്ടയിൽ കയറിയിരിക്കുകയാണ്.